ഈ ഇടത് സ്ഥാനാർത്ഥിയുടെയും ഈ BDJS സ്ഥാനാർത്ഥിയുടെയും കാര്യം എന്തായി? ഇടത് സ്ഥാനാർത്ഥിയുടെ കാര്യം നമുക്ക് നാളെ അറിയാൻ സാധിക്കും. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനിക്കും. അതാണ് അവരുടെ ഒരു പതിവ്. സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ്. ഒരുപക്ഷെ പല പേരുകൾ പരിഗണിക്കപ്പെടുന്നുണ്ട്. അതിൽ സ്വരാജിൻ്റെ പേര് ഉയർന്നു കേൾക്കുന്നു. അതിന് സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാണ് അവർ പരിഗണിക്കുന്നതെങ്കിൽ നേരത്തെ തന്നെ ആര്യാടൻ മുഹമ്മദ് ഉള്ള കാലത്ത് 96-ലും 2011-ലുമൊക്കെ ആര്യാടൻ മുഹമ്മദിനെ വിറപ്പിച്ച ഒരു നേതാവ്, അവർക്കിടയിൽ തന്നെ ഒരു സ്വതന്ത്രനായി മത്സരിച്ച തോമസ് മാത്യുവിനെ പോലെ ഡോക്ടർ തോമസ് മാത്യു ഉണ്ട്. അതുപോലെ പുതിയ ആളുകളാണെങ്കിൽ ഫെറാനോ റോയിയെ പോലുള്ള അവരുടെ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗമൊക്കെ ആയിട്ടുള്ള നേതാവുണ്ട്. അതുപോലെ ഇനിയിപ്പോൾ AP വിഭാഗത്തിൻ്റെയൊക്കെ ഒരു മുസ്ലിം സാമുദായിക പ്രാതിനിധ്യമാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ DYFയുടെ നേതാവായിട്ടുള്ള ഷബീറിനെ പോലുള്ള പേരുകളുണ്ട്. അങ്ങനെ പല പേരുകൾ LDF-ഉം പരിഗണിക്കുന്നു. ആ പേരുകളിൽ ഏത് പേരിലേക്ക് എത്തും എന്നുള്ളതാണ്. സ്വതന്ത്ര പരീക്ഷണമാണോ അതോ പാർട്ടി ചിഹ്നമാണോ എന്ന കാര്യത്തിൽ ഉള്ള ഒരു തീരുമാനം CPM-ന്റെ ഭാഗത്തുനിന്ന് നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം ഉണ്ടാകും എന്നാണ് പറയുന്നത്. യെസ്, അപ്പോൾ എന്തായാലും VS രഞ്ജിത്താണ് അൻവറിൻ്റെ കാര്യം പറഞ്ഞു, UDF-ന്റെ കാര്യം, LDF-ന്റെ കാര്യം, BDJS-ന്റെ കാര്യം എല്ലാം കൃത്യമായി പറഞ്ഞു. വിശദമായി തന്നെ. അതെ.